ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ പുതിയ ചാപ്റ്ററാണ് സമവാക്യങ്ങൾ. അതായത് രണ്ടാം കൃതി സമവാക്യങ്ങൾ. എന്താണ് രണ്ടാം കൃതി സമവാക്യങ്ങൾ? അതാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് അല്ലേ. ഓക്കെ, എന്താണ് സമവാക്യങ്ങൾ? സമവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് ഒരു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5. ഇതെന്താണ്? ഇതൊരു സമവാക്യമാണ്. അല്ലാതെ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഏക സമവാക്യങ്ങൾ, ലീനിയർ ഇക്വേഷൻ എന്ന് പറയും. അതായത് എക്സ് പ്ലസ് 5 ഈക്വൽ ടു 3. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് നോക്കുന്നുണ്ടോ? എക്സ് ഇസ് ഈക്വൽ ടു ഈ 5 3യുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ 5ന് പ്ലസ് ആയതുകൊണ്ട് 3യുടെ അടുത്തോട്ട് വരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ 5ൽ നിന്ന് 3 പോയാൽ 2ആണ്. അത് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നു, -2 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മൾ സമവാക്യങ്ങളിൽ നിന്ന് ആൻസർ കണ്ടെത്തുന്നത്. ഇതാണ് രേഖ സമവാക്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ സമമായിട്ട് വരുന്നത്, അതായത് ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എക്സിന്റെ കൂടെ 3 കൂട്ടിയാൽ 7 കിട്ടുന്നു എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗവും തുല്യമാണ്. ഇവിടെ ഇപ്പൊ എക്സിന്റെ കൂടെ 3 കൂട്ടിയാൽ ഇപ്പൊ ഇവിടെ എക്സിന് പകരം 4 കൊടുത്താൽ 4 + 3 എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ ഒരു സൈഡിൽ 7 ഉണ്ട്. 4 3 എത്രയാ? 7. 7 ഈക്വൽ ടു 7. കണ്ടില്ലേ? ഈ വലത് സൈഡും ഇടത് സൈഡും എന്താണ്? തുല്യമാണ്. വലത് സൈഡും ഇടത് സൈഡും തുല്യമായിട്ട് ഈ സമത്തിന്റെ ഈ ചിഹ്നം ഇട്ട് എഴുതുന്ന ഓരോ വാക്യങ്ങളാണ് നമ്മുടെ സമവാക്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് 9ാം ക്ലാസ്സിൽ ഏതാണ് പഠിച്ചിരിക്കുന്നത്? 2 വ്യത്യസ്തമായ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് പഠിച്ചത്. അതായത് എക്സും വൈയും ഉപയോഗിച്ച്. അതായത് 8ൽ മാത്രമല്ല കേട്ടോ, നമ്മൾ 9ലും പഠിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് ഭാഗങ്ങളുള്ള സമവാക്യങ്ങൾ. അതായത് എക്സ് പ്ലസ് ബി ബൈ വൈ ഈക്വൽ ടു സി. അപ്പൊ ഈ ഒരു മോഡലിലൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 9ലും 8ലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് രണ്ടാം കൃതി സമവാക്യങ്ങളാണ്. അതായത് എന്താണ്? സമവാക്യമാണ് താനും രണ്ടാം കൃതിയിലായിരിക്കും. ഇപ്പൊ കൃതി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ 2ന്റെ രണ്ടാം കൃതിയാണ് 4. കണ്ടോ? 2ന്റെ കൃതി 2. ഇവിടെ എന്താണ്? ഈ മുകളിൽ എഴുതുന്ന ഈ റേസ്റ്റ് വിട്ട് എഴുതുന്ന ഇവയെ പറയുന്നതാണ് കൃതി എന്ന് പറയുന്നത്. ഇപ്പം 10⁵5 എന്ന് പറഞ്ഞാൽ 10ന്റെ 5ാം കൃതിയാണ്. ഒന്നില്ലേ? 10⁵5. ഇതാണ് ഈ 5 എന്നുള്ളത് എന്താണ്? ഈ 10ന്റെ 5ാം കൃതിയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ സമവാക്യത്തിന്റെ രണ്ടാം കൃതിയാണ് വേണ്ടത്. രണ്ടാം കൃതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ലെറ്റർ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. എക്സ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പൊ x² വേണം. നമ്മൾ ജനറൽ ഫോർമുല ആയിട്ട് പറഞ്ഞാൽ ax² + by + c ഈക്വൽ ടു 0. അതായത് ഇവിടെ എന്താണ്? സമവാക്യം ഉപയോഗിച്ച് ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ഈക്വൽ ആയിരിക്കുമല്ലോ. അതായത് ഈ x²നും x²നും വൈക്കും x²നും എക്സിന് ഒരു വാല്യൂ ഉണ്ട്. ആ ഒരു വാല്യൂ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ, ഈ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ ഉള്ളത് ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും? ആൻസർ 0 ആയിരിക്കും. അതാണ് ഈ ഒരു സമവാക്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ ഉണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു കുട്ടിയുടെ ഒരു അച്ഛന്റെയും മോന്റെയും പ്രായം വെച്ച് ചോദിക്കും. ഇപ്പോൾ മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ് അച്ഛന്റെ പ്രായമെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ പ്രായവും മകന്റെ പ്രായവും 2 ഇരട്ടിയാവും. എന്നാൽ മകന്റെ പ്രായം എത്ര? അച്ഛന്റെ പ്രായം എത്ര? അങ്ങനെ വയസ്സ് സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം
അതൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ അച്ഛൻ്റെ പ്രായത്തിന് എക്സ് എന്ന് കൊടുത്തു, മകൻ്റെ പ്രായത്തിന് വൈ കൊടുത്തു. എന്നിട്ട് അവ തമ്മിലൊരു റിലേഷൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് അതല്ല ഉദ്ദേശിച്ചത്. 2 കാര്യങ്ങളും റിലേറ്റ് ചെയ്ത് ഒറ്റ ഒരു അക്ഷരത്തിൽ വത്സയിൽ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പൊ അച്ഛന്റെ പ്രായം എക്സ് എടുത്താല് മകന്റെ പ്രായം എന്താവും? മകന്റെ പ്രായം എക്സ് എന്നെടുത്താൽ അച്ഛന്റെ പ്രായം 3 ഇരട്ടി എന്നുള്ളത് ആ മകന്റെ പ്രായം എന്ന് പറഞ്ഞാൽ എക്സിനെ 3 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലാണ് ഇവിടെ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 3 സെന്റിമീറ്റർ കൂടുതലാണ്. വീതി 7 സെന്റിമീറ്റർ ആയാൽ നീളം എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 3 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ നീളം എന്ന് പറയുന്നത് എന്താ? നീളമാണ് നമുക്കറിയാം. നീളം കൂടി ഇപ്പൊ ഒരു ചതുരം എടുത്താൽ നീളം വീതിയേക്കാൾ 3 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ ഇവിടെ ഇത് എക്സ് ആണെങ്കിൽ നീളം എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് 3 ആയിരിക്കും. ഉണ്ടോ? ഇത് ചെറിയ സൈഡ് എക്സ് എന്ന് കൊടുക്കുക. അപ്പൊ വലിയ സൈഡ് എന്താണേലും 3 സെന്റിമീറ്റർ കൂടുതലാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ എക്സിന്റെ കൂടെ ആ ചെറിയതിന്റെ കൂടെ 3 കൂട്ടുമ്പോൾ വലിയ വശം കിട്ടും, വലിയ സൈഡ് കിട്ടും. അപ്പൊ ഇതാണ് ഉള്ളത്. ഇപ്പൊ ഇതനുസരിച്ച് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളത് നോക്കാം. വീതി 7 സെന്റിമീറ്റർ ആയാൽ നീളം എത്രയായിരിക്കും? അപ്പൊ നമ്മള് ഈ ഇക്വേഷൻ കളയണ്ട. അപ്പൊ ഇവിടെ എന്താണ്? വീതി 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? എക്സ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ എക്സിനെക്കാട്ടും വീതി 7 ആണ്. എക്സിനെക്കാട്ടും എന്താണ്? വീതിയേക്കാൾ 3 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ നമ്മുടെ നീളം എത്രയായിരിക്കും? 7ന്റെ കൂടെ എത്ര കൂട്ടും? 3 കൂട്ടും. അപ്പൊ 10 ആയിരിക്കും നമ്മുടെ നീളം. അപ്പൊ വീതി 7 ആണെങ്കിൽ വീതി ഈസിക്കൽ ടു 7 ആണെങ്കിൽ നീളം എത്രയായിരിക്കും? L ഈസിക്കൽ ടു 7 3 10 ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യന് അടുത്ത എന്താണ്? വീതി 4 സെന്റിമീറ്റർ ആയ നീളം എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം വീതി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് എന്ന് കൊടുത്താൽ നീളം ബ്രെഡ്ത്ത് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. അപ്പൊ നീളം എത്രയായിരിക്കും? എക്സിന്റെ കൂടെ 4 കൂട്ടുക. ഇതാണ് നമ്മുടെ എക്സ്. ഓക്കെ, ഇതാണ് എക്സ്. അപ്പൊ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? ലെങ്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3 ആണ്. അപ്പൊ ഈ എക്സിന് പകരം എന്ത് കൊടുക്കണം? നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന 4 കൊടുക്കണം. ഇതാണ് നമ്മുടെ എക്സ് 4. അപ്പൊ 4 പ്ലസ് 3 ഈക്വൽ ടു 7 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വീതി എക്സ് സെന്റിമീറ്റർ ആയാൽ നീളം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോ ചെയ്തേക്കുന്നത്. വീതി എക്സ് ആണെങ്കിൽ നീളം എത്രയായിരിക്കും? ഇതാണ് നമ്മുടെ ബ്രെഡ്ത്ത്. അപ്പം ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ ലെങ്ത് എത്രയായിരിക്കും? എക്സിന്റെ കൂടെ എക്സ് പ്ലസ് 3 ആയിരിക്കും. ഓക്കെ, പിന്നെ അവിടെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പരപ്പളവ് ഇപ്പം ഇത് അനുസരിച്ചാണെങ്കിൽ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പരപ്പളവിന്റെ ഇക്വേഷൻ എന്താണ്? നീളം ഗുണം വീതി. പരപ്പളവ് എന്ന് പറയുന്നത് നമ്മൾ എക്സിന്റെ ടേംസിൽ കൊടുത്താൽ അല്ലേ? എക്സ് എന്ന് പറയുന്നത് എക്സ് അല്ല, വീതി എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 3. ഇതാണ് പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ എന്താണ്? ഒരു ഇക്വേഷൻ വരും, എക്സ് സ്ക്വയർ പ്ലസ് 3x. അപ്പൊ ഈ ഒരു മോഡലിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 4 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ എന്താണ്? നീളം വീതിയേക്കാൾ എന്ന് വരുമ്പോ എന്താണ്? വീതി ആയിരിക്കും അവിടെ ചെറുതല്ലേ? അല്ലെ തന്നെ നമുക്കറിയാം നീളമാണ്. നീളം കൂടുതൽ ഉള്ള നീളമുള്ള വശം എന്താണ്? നീളം. ചെറിയ വശമാണ് വീതി. ഇപ്പൊ വീതിയേക്കാൾ ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 4 സെന്റിമീറ്റർ കൂടുതലാണ്. പരപ്പളവ് തന്നിട്ടുണ്ട്. ആയാൽ ചതുരത്തിന്റെ നീളവും വീതിയും കണക്കാക്കുക. ഇവിടെ എന്താണ്? വീതി എന്ന് പറയുന്നത് എത്രയാ? എക്സ് ആയാൽ നീളം എത്രയായിരിക്കും? എക്സിന്റെ കൂടെ 4 കൂട്ടുക. നീളം 4 കൂട്ടുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? എക്സ് പ്ലസ് 4. ഇവിടെ നമ്മൾ പരപ്പളവ് തന്നിട്ടുണ്ടല്ലേ? പരപ്പളവ് എത്രയാ? 60 ചതുരശ്ര സെന്റിമീറ്റർ. അപ്പൊ പരപ്പളവ് കാണുന്നത് എങ്ങനെയാണ്? നീളം ഗുണം വീതിയാണ് പരപ്പളവ്. എക്സ് പ്ലസ് 4 ആണ് പരപ്പളവ്. ഇത് തന്നിട്ടുണ്ട് 64 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 4x ഈക്വൽ ടു 64 എന്ന് വരും. അപ്പൊ എക്സ് സ്ക്വയർ
പ്ലസ് 4x ഈക്വൽ ടു 60 വരും. അപ്പൊ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്ക്വയർ ആക്കിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. അത് ബാക്കി പിന്നെ പറയാം. അടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് പോട്ടോ. ഇപ്പൊ ഇവിടെ അടുത്ത് നോക്കേണ്ടത്, അതായത് ഇനി ഇവിടെ എന്താണ് നമ്മുടെ ജനറൽ ഫോർമുല, രണ്ടാം കൃതി സമവാക്യത്തിന്റെ പൊതുവായ രൂപം എന്താണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് സ്ക്വയർ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ഇതാണ് ജനറൽ ഫോർമുല. പിന്നെ നമ്മുടെ ഈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് അത് തന്നിട്ടുണ്ട്. ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2axനെ എന്ത് ചെയ്യും? എക്സ് പ്ലസ് എ സ്ക്വയർ എന്ന പൂർണ്ണവർഗമായിട്ട് മാറ്റുവാൻ എക്സിന്റെ ഗുണിത സംഖ്യയുടെ പകുതിയുടെ വർഗം കൂട്ടി അതങ്ങനെയാണ് അത് ചെയ്യുന്നത് കേട്ടോ. അത് ഒരു മെത്തേഡാണ്. ഇങ്ങനെ പിന്നെയുള്ളത് എന്താണ്? പിന്നെ നമ്മൾ ഇവിടെ പഠിക്കാനുള്ളത് ഒരു സംഖ്യയേക്കാൾ 3 കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യയേക്കാൾ 3 കൂടുതൽ. അപ്പൊ ഈ സംഖ്യക്ക് നമ്മൾ എന്ത് ചെയ്യും? 3 എന്ന് കൊടുക്കുക. ഒരു സംഖ്യയേക്കാൾ 3 കൂടുതൽ. ഒരു സംഖ്യയും അതിന്റെ ഇപ്പൊ ഒരു സംഖ്യയോട് ആ സംഖ്യയേക്കാൾ 3 കൂടുതൽ കൊണ്ട് ഗുണിച്ചപ്പോൾ 12 കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ എന്ന് പറയുന്നത് എക്സ് എന്ന് കൊടുക്കാം. സംഖ്യയേക്കാൾ 3 കൂടുതലാണെന്ന് പറഞ്ഞാലോ എക്സ് പ്ലസ് 3 എന്ന് കൊടുക്കുക. അടുത്ത ഉണ്ടല്ലേ, ഒരു സംഖ്യയേക്കാൾ 3 കുറവെന്ന് പറഞ്ഞാലോ എക്സ് മൈനസ് 3. ഒരു സംഖ്യയേക്കാൾ 3 കുറവല്ലേ? എന്ന സംഖ്യയിൽ നിന്ന് 3 കുറയ്ക്കുക. ഒരു സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറഞ്ഞാലോ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ്, അതിന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 2x എന്നും പറയാം. എക്സ് ഇൻറ്റു 2 എന്ന് പറയുന്നതാണ് 2x. അപ്പൊ ഒരു സംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞാലോ x/2. ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എക്സ് തന്നെ എടുക്കണം കേട്ടോ. അപ്പൊ അടുത്തടുത്ത 2 എണ്ണൽ സംഖ്യകളോ, ഇപ്പൊ അടുത്തടുത്ത എണ്ണൽ സംഖ്യകളുടെ പ്രത്യേകത എന്താ? ഇപ്പൊ 3 ആണെങ്കിൽ തൊട്ടടുത്ത സംഖ്യ എത്രയായിരിക്കും? 4 ആയിരിക്കും. അടുത്തടുത്ത 2 എണ്ണൽ സംഖ്യ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1. അപ്പൊ നമ്മൾ എക്സ് എടുത്താൽ എക്സിന്റെ കൂടെ 1 കൂട്ടിയാൽ തൊട്ടടുത്ത സംഖ്യ ആവൂലേ? ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ ഒരു സംഖ്യ പ്ലസ് 1. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളാണല്ലോ ഈ 1ന് പകരം 2 ആവും. ഇരട്ട സംഖ്യകൾ എങ്ങനെയാ? 4ഉം 6ഉം ഇരട്ട സംഖ്യയാണ്. 4നോട് 2 കൂട്ടി. അതുപോലെ എക്സ് ഇരട്ട സംഖ്യയാണ്, എക്സിനോട് 2 കൂട്ടിയപ്പോൾ അടുത്ത ഇരട്ട സംഖ്യ കിട്ടി. അതുപോലെ തന്നെയാണ് ഒറ്റ സംഖ്യയും എക്സും ഒരു ഇരട്ട സംഖ്യ. ഇതിപ്പോ എക്സ് 5 ആണെങ്കിൽ 5നോട് 2 കൂട്ടി അടുത്ത സംഖ്യ. അപ്പൊ എക്സിനോട് എന്ത് ചെയ്യണം? അതേപോലെ തന്നെ 2 കൂട്ടണം. പിന്നെ ഒരു സംഖ്യയും അതിന്റെ വിൽക്രമവും. ഇപ്പൊ നമ്മുടെ സംഖ്യ എക്സ് ആണെങ്കിൽ അതിന്റെ വിൽക്രമം, ഒരു സംഖ്യയും അതിന്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ നേരെ തിരിച്ചിടുക. ഇപ്പൊ x/1 എന്നാണ് എക്സ് എന്ന് പറയുന്നത്. അതെന്താണ്? 1/x ആയിട്ട് മാറും. അതാണ് അതിന്റെ വിൽക്രമം എന്ന് പറയുന്നത്. ഒരു സംഖ്യയും അതിന്റെ വർഗവും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം സംഖ്യ ഏതാണ്? എക്സ്. വർഗം എന്താണ്? എക്സ് സ്ക്വയർ. പിന്നെ തുക 10 2 സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ തുകകൾ? 2 സംഖ്യകളുടെ തുക. ഇപ്പൊ ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ തുക 10 ആകണമെങ്കിൽ ഇപ്പൊ 2 സംഖ്യകളുടെ തമ്മിൽ കൂട്ടുമ്പോൾ 10 കിട്ടണം. അപ്പൊ 7നോട് 3 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്താണ് 10 കിട്ടുന്നത്, അല്ലേ? ഇപ്പൊ ഇവിടെ എന്താണ്? 10 ഒരു സംഖ്യയാണ്. പിന്നെ ഒരു സംഖ്യ ഇപ്പൊ തുക 2 സംഖ്യകൾ. ഇവിടെ ഏതാണ്? 10 അല്ല സംഖ്യ, ഇവിടെ 7ഉം 3ഉം ആണ് സംഖ്യകള്. അപ്പൊ ഒരു സംഖ്യ നമ്മൾ 7 ആയിട്ട് എടുത്താൽ മറ്റേ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 10ന്ന് 3 കുറയ്ക്കണ്ടേ? എന്നാലല്ലേ 7 കിട്ടുന്നത്. 7ഉം 3ഉം ആണ് നമ്മുടെ സംഖ്യകൾ. അതിൽ 7 ആണ് ഒരു എക്സ് ആക്കി എടുത്താൽ. ഇപ്പൊ എക്സ് ആക്കി എടുത്താൽ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 10 മൈനസ് എക്സ് ആയിരിക്കും അടുത്ത സംഖ്യ. 10ൽ നിന്ന് എക്സ് കുറയ്ക്കുക. പിന്നെ വ്യത്യാസം 10 തുക 10 അത് കേട്ടോ. തുകയാണല്ലോ 7ഉം 3ഉം 10 എന്ന് പറഞ്ഞത്. വ്യത്യാസം 10 അപ്പൊ അതെന്താണ്? 13ന്ന് അല്ലെങ്കിൽ 15 എടുക്കാം. 15ന്ന് 5 കുറച്ചാൽ എത്ര കിട്ടുന്നു? 10 കിട്ടുന്നു. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം 10 അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന ഒരു സംഖ്യ കൊടുക്കുക. ഓക്കെ, എക്സ് ഒരു സംഖ്യയായിട്ട് കൊടുത്തു. അപ്പൊ മറ്റേ സംഖ്യ എത്രയായിരിക്കും? ഇത് എക്സ് ആണ്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സ് ആണ് ഇത്. അടുത്ത സംഖ്യ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഈ -5 അപ്പുറത്തേക്ക് പോകും. അപ്പൊ എന്താവും? 10 പ്ലസ്
എക്സ് എന്ന് വരും. 10 പ്ലസ് എക്സ് 5 വരുന്നത്. 10 പ്ലസ് എക്സ് എന്ന് കൊടുക്കും. അപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ അടുത്തത് എന്താ? അടുത്തത് ഗുണനഫലം 10 രണ്ട് സംഖ്യകൾ. ഇപ്പൊ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 10 ആകണം. ഇപ്പൊ ഏതാണ് ഒരു സംഖ്യ? ഇപ്പൊ 2 5 ഇൻറ്റു 2 തമ്മിൽ ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 10 കിട്ടി. അപ്പൊ ഇവിടെ എന്താണ്? ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ 10 കിട്ടുക എന്ന് പറഞ്ഞാൽ സംഖ്യ എക്സ് ആണെങ്കിൽ എക്സിന്റെ കൂടെ 10/x ഗുണിച്ചാൽ എന്ത് കിട്ടും? 10 കിട്ടൂലേ? കണ്ടില്ലേ? ഈ രണ്ട് എക്സും കൂടെ ക്യാൻസൽ ആയിപ്പോയി. ലാസ്റ്റ് ആൻസർ 10 എന്ന് വരും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു കാര്യങ്ങൾ ഇവിടെ അതിന്റെ കുറേ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ സർവ്വസമവാക്യങ്ങളും കുറച്ച് പഠിച്ച് വെക്കുന്നുണ്ട്. ജസ്റ്റ് ആവശ്യമുണ്ട് അതൊക്കെ. അപ്പൊ ഒരു സംഖ്യയോട് 5 കൂട്ടിയത് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ കൂടെ 5 കൂട്ടുന്നു. അതുപോലെ തന്നെ സംഖ്യയിൽ നിന്ന് 6 കുറച്ചത്. ഇപ്പൊ ഒരു സംഖ്യ അതിൽ നിന്ന് 6 കുറച്ചു എന്ന് പറഞ്ഞാൽ എക്സ് ആണ് സംഖ്യ. സംഖ്യയിൽ നിന്ന് 6 കുറച്ചു എന്ന് പറഞ്ഞാൽ എന്താ? എക്സിൽ നിന്ന് 6 കുറയ്ക്കുക. ഇപ്പൊ സംഖ്യയുടെ പകുതി എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ നോക്കിയായിരുന്നല്ലോ. രണ്ട് സംഖ്യകളുടെ തുക 8 ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു സംഖ്യ ഇപ്പൊ നമ്മളറിയാം 4 4 ആണ് 8 എന്ന്. ഓക്കെ, അപ്പം സംഖ്യകൾ എന്ന് പറയുന്നത് 4 പ്ലസ് എക്സ് 4 മൈനസ് എക്സ് അല്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ എക്സ് 8 മൈനസ് എക്സ്, അങ്ങനെ രണ്ട് രീതിയിൽ എഴുതാം കേട്ടോ. ഇതാണ് ആ ഒരു ഇത്. നമ്മൾക്ക് ആ ഒരു സംഖ്യ ഇപ്പൊ നമ്മളോട് രണ്ട് സംഖ്യകളുടെ തുക, ഒരു സംഖ്യ അതിന്റെ രണ്ട് സംഖ്യകളുടെയും തുക 8 പറഞ്ഞു. ഇപ്പൊ ഒരു സംഖ്യ 8 ആക്കി എടുത്താൽ എക്സ് എന്നെടുത്താൽ ഒരു സംഖ്യ എന്താണ്? 8ൽ നിന്ന് 8 കുറയ്ക്കുക. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 8 കിട്ടണം. 8 മൈനസ് എക്സ് ആണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 8 മൈനസ് എക്സ് ആണെങ്കിലല്ലേ കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇത് എക്സ് പ്ലസ് ഇത് രണ്ടും കൂടെ കൂട്ടാൻ പോണേ 8 മൈനസ് എക്സ്. ഇവിടെ കണ്ടില്ലേ, ഈ പ്ലസ് എക്സ് ഈ മൈനസ് എക്സും കൂടെ ക്യാൻസൽ ആയി പോലെ. അപ്പൊ ആൻസർ നമുക്ക് 8 കിട്ടും. അല്ലാതെ തന്നെ വേറൊരു മോഡലൂടെ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പൊ 8 ഏത് തമ്മിൽ കൂട്ടുമ്പോഴാണ് 8 കിട്ടുന്നതെന്ന് ആലോചിക്കുക. ഏതൊക്കെ തമ്മിൽ കൂട്ടുമ്പോൾ 8 കിട്ടും? 7ഉം 1ഉം കൂട്ടുമ്പോൾ 8 കിട്ടും. അതുപോലെ തന്നെ 5ഉം 3ഉം 8. അപ്പൊ 5ഉം 3ഉം 8. അപ്പൊ 5ന്റെ കൂടെ ഒരു എക്സ് കൂട്ടിയാൽ 3ൽ നിന്ന് ഒരു എക്സ് കുറയ്ക്കുക. ഓക്കെ, ഇങ്ങനെയും സംഖ്യകൾ എടുക്കാറുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നോക്കിക്കേ, ഈ എക്സ് ഇങ്ങനെ ക്യാൻസൽ ആയിട്ട് 5 3 8 കിട്ടത്തില്ലേ? അങ്ങനെയും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ 4 4 അല്ലേ 8, എക്സിന്റെ നേരെ പകുതി 8ന്റെ നേരെ പകുതിയാണ് 4 എന്ന് എടുക്കാം. അപ്പം 4നോട് 4 പ്ലസ് എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ് 4 അല്ലെങ്കിൽ 4 പ്ലസ് എക്സ് 4 പ്ലസ് എക്സും 4 മൈനസ് എക്സും രണ്ട് നമ്പേഴ്സ് ആക്കി എടുക്കാം. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ രണ്ട് സംഖ്യകളുടെ തുക 8 എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ എക്സ് ആക്കി എടുത്താൽ രണ്ടും കൂടെ കൂട്ടുമ്പോഴാണല്ലേ 8 കിട്ടണേ. അപ്പൊ നമ്മൾ ഇത് കൂട്ടി ഒന്ന് നോക്കിയാൽ മതി. ഒരു സംഖ്യ എക്സ് എന്ന് എടുത്താൽ അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ 8ൽ നിന്ന് ആ സംഖ്യ കുറയ്ക്കുന്നതായിരിക്കണം. പിന്നെ 5 പൊതുവ്യത്യാസം വരുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ? 5 പൊതുവ്യത്യാസമാണ്. പൊതുവ്യത്യാസം നമ്മൾ എവിടെ പഠിച്ചതാണ്? സമാന്തര ശ്രേണിയിലാണ് പഠിച്ചല്ലേ. 5 പൊതുവ്യത്യാസം വരുന്നു. ഇപ്പൊ എന്താണ്? സമാന്തര ശ്രേണിയിലെ ഒന്നാം പദം എക്സ് ആണെങ്കിൽ തൊട്ടടുത്ത സംഖ്യ എന്ത് ചെയ്യണം? എക്സിനോട് 5 കൂട്ടണം. ഇപ്പൊ ഇവിടെ എത്ര പൊതുവ്യത്യാസം? 5 വരുന്നത്. ആ രീതിയിൽ ചെയ്യാം. ആ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ ചിലർ ചോദിക്കും, ഒരു സംഖ്യയോട് 2 കൂട്ടിയിട്ട് അതിന്റെ വർഗം എന്ന് ചോദിക്കും. ഇപ്പൊ ഒരു സംഖ്യയോട് ഒരു സംഖ്യ എക്സ് എടുത്തു, അതിനോട് 2 കൂട്ടി, എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ വർഗം കാണുക. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചൊക്കെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ആശയങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാം പല രീതിയിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് വരുന്നതെന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമുക്കറിയേണ്ടത് ചതുരം. ചതുരത്തിന്റെ ചുറ്റളവ് എന്താ? ഒരു ചതുരം എടുത്ത് അതിന്റെ ചുറ്റളവ്, ചുറ്റുമുള്ള അളവ്. ഇപ്പൊ ഇവിടെ ഒരു സൈഡ്, ഇവിടെ രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഇപ്പൊ നമുക്കറിയാം 2 ഇൻറ്റു നീളം പ്ലസ് വീതി, q ഇൻറ്റു നീളം L പ്ലസ് ബി.
2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ് നമ്മുടെ ചതുരത്തിൻ്റെ ചുറ്റളവ്. ചതുരത്തിൻ്റെ പരപ്പളവാണെങ്കിൽ എൽ ഇൻറ്റു ബി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ നീളം ഗുണം വീതിയാണ് നമ്മുടെ ചതുരത്തിൻ്റെ ചുറ്റളവ്. പിന്നെ നമ്മുടെ ചതുരത്തിൻ്റെ വികരണമാണെങ്കിലോ അവിടെ എന്താണ്, അവിടെ ഒരു ചതുരം എടുത്താൽ ഇതെന്താണ്, ഇവിടെ ഇങ്ങനെ വികരണം വരച്ചു കഴിഞ്ഞാൽ ഇതെന്താണ്, ഒരു മട്ടത്രികോണമാണ് അല്ലേ. അപ്പൊ ഇത് നീളവും ഇത് വീതിയുമാണ്. അപ്പൊ ഇതെന്താണ്, കർണമാണ് അല്ലേ. അപ്പം നീളം സ്ക്വയർ പ്ലസ് വീതി സ്ക്വയർ ഈക്വൽ ടു കർണ സ്ക്വയർ ആയിരിക്കും. വികരണം സ്ക്വയർ ഈക്വൽ ടു നീളം സ്ക്വയർ പ്ലസ് വീതി സ്ക്വയർ. പിന്നെ സമചതുരമാണെങ്കിൽ ചുറ്റളവ് 4 ഇൻറ്റു എയും പരപ്പളവ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയറുമാണ്. വികരണം √2 ആയിരിക്കും. പിന്നെ ത്രികോണമാണെങ്കിലോ ത്രികോണം പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് പി എച്ച് ആയിരിക്കും. അടുത്തത് മട്ടത്രികോണമാണെങ്കിൽ പരപ്പളവ് ഹാഫ് പി എച്ച്. അതിന്റെ ഒരു ഇക്വേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ ഇക്വൽ ടു കർണം സ്ക്വയർ. പിന്നെ ബഹുഭുജങ്ങൾ ആന്തര കോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180 ആയിരിക്കും. ബാഹ്യ കോണുകളുടെ 360 ഡിഗ്രി ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലേ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ. ഏത് ചാപ്റ്ററിലാണ്? സമാന്തര ശ്രേണിയിൽ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ഈ ഒരു ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഏതാണ് കൂടുതലും വേണ്ടത്? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതേപോലെ തന്നെ വേറൊന്നുണ്ട്, a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്, a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും ആണെങ്കിൽ എന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരിക്കും. മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്ന 3 ഇക്വേഷൻസ് ആണ് ഇത് 3. ബാക്കിയുള്ളത് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യാൻ പറ്റും. ഇത് വേണ്ട, ഇത് വേണമെന്നില്ല. a ഇൻറ്റു ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി ആയിരിക്കും. കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ നോക്കാം, ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഇതിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. എന്താണ്, ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം ഒരു സമചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? സമചതുരത്തിന്റെ വശം ഗുണം വശങ്ങൾ 2 വശങ്ങളുണ്ടല്ലോ. അപ്പം 4 വശങ്ങളാണ്. അതിൽ 2 വശങ്ങൾ 2 മീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ പരപ്പളവ് എത്രയായി? 4 വശങ്ങൾ കേട്ടോ. 4 വശങ്ങൾ എന്ത് ചെയ്തു? 2 മീറ്റർ വീതം കുറച്ച് ചെറുതാക്കി. അപ്പം നമ്മുടെ പരപ്പളവ് എന്തായിട്ട് മാറി? 49 ചതുരശ്ര മീറ്റർ ആയിട്ട് മാറി. ആദ്യത്തെ സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്ര മീറ്റർ ആയിരുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം എന്ത് ചെയ്തു? 2 മീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ പരപ്പളവ് 49 ചതുരശ്ര മീറ്റർ ആയിട്ട് മാറി. അപ്പൊ ആദ്യത്തെ സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്രയാണ്? നമുക്ക് ജസ്റ്റ് ആ ഒരു സമചതുരം ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഒരു ചതുരം. ഇതാണ് ചതുരത്തിന്റെ വശങ്ങളെല്ലാം എന്ത് ചെയ്തു? 4 മീറ്റർ 2 മീറ്റർ വീതം കുറച്ചു. അപ്പൊ നമ്മുടെ ഒരു ചതുരം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ചതുരം. അപ്പൊ ഈ ഒരു ചതുരത്തിന്റെ 2 മീറ്റർ വശങ്ങൾ കുറച്ച് ചെറുതാക്കി. ഒരു വശങ്ങളെല്ലാം എന്ത് ചെയ്തു? 2 മീറ്റർ കുറച്ചു. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇവിടുന്ന് ഇതാണ് നമ്മുടെ ഇത്. ഇപ്പൊ വശങ്ങളെല്ലാം 2 മീറ്റർ വീതം കുറഞ്ഞില്ലേ? കണ്ടില്ലേ, ഇവിടുന്ന് ഇതും കുറഞ്ഞു, ഇവിടുന്ന് ഇത്രയും കുറഞ്ഞു. കണ്ടില്ലേ, 4 വശങ്ങളും എന്ത് ചെയ്തു? 2 മീറ്റർ വീതം കുറച്ചു. എന്നിട്ട് എന്തായി? ചെറുതാക്കിയിട്ട് ഒരു സമചതുരം കിട്ടി. 2 മീറ്റർ വീതം കുറയ്ക്കുവാണെങ്കിൽ ഇത് എത്രയാ? ഇതും 2 ആയിരിക്കും, ഇവിടെ ഇതും 2 ആണ്. ഇത് 2 ആയിട്ട് മാറി. അപ്പൊ ഇതും 2 ആണ്, ഇതും 2 ആണ്, ഇതും 2 ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ എന്താ പറഞ്ഞത്? ചെറുതാക്കിയപ്പോൾ പരപ്പളവ് 49 ചതുരശ്ര മീറ്റർ ആയിട്ട് മാറി. അപ്പം ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ചെറിയ വശത്തിന്റെ ചെറിയ പരപ്പളവ്, ചെറിയ വശത്തിന്റെ
അതായത് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു സമചതുരത്തിന്റെ പരപ്പളവ്, ആ ഒരു ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് കിട്ടി. എത്രയാണ്? 49 49 സെന്റിമീറ്റർ സ്ക്വയർ. മീറ്ററിലാണ് കേട്ടോ, മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, സ്ക്വയർ മീറ്റർ ആണ് കിട്ടിയത്. അപ്പൊ പരപ്പളവ് 49 ആണ്. അപ്പൊ നമുക്കറിയാം പരപ്പളവ് എങ്ങനെയാണ്? വശം ഗുണം വശമാണ് പരപ്പളവ്. അപ്പൊ വശം ഗുണം വശം ഈക്വൽ ടു നമ്മുടെ 49. അപ്പം വശം ഗുണം വശം എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ ആണല്ലേ. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49. എ ഇസ് ഈക്വൽ ടു എന്താണ്? √49, ദാറ്റ് ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടി. നമ്മുടെ ഒരു വശം എന്ന് പറയുന്നത് എന്തായി? 7 എന്ന് കിട്ടി. അല്ലേ, കിട്ടിയില്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ഈ ഒരു വശം എന്ന് പറയുന്നത് എത്രയായി? 7 എന്ന് കിട്ടി. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വലിയ വശത്തിന്റെ ചെറിയ വശത്തിന്റെ നീളം എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 7 സെന്റിമീറ്റർ എന്ന് കിട്ടി, 7 മീറ്റർ എന്ന് കിട്ടി. ഇപ്പൊ വലിയ വശത്തിന്റെയോ? വലിയ വശത്തിന്റെ കാണുമ്പോൾ എന്താണ്? ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലേ? ഈ 7ന്റെ കൂടെ ഇവിടെ നിന്ന് ഒരു പീസും ഉണ്ട്, ഇവിടെ ഒരു പീസും ഉണ്ട്. അപ്പൊ വലിയ വശത്തിന്റെ ഒരു വശം, വലിയ സമചതുരത്തിന്റെ വശം എന്ന് പറയുന്നത് എന്താണ്? 7നോട് 2 അല്ലേ? 2 കൂടെ കൂട്ടും. 7നോട് 4 കൂട്ടുന്നു, 11 മീറ്റർ എന്ന് വരും. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരു സമചതുരാകൃതിയിലുള്ള ഒരു മൈതാനത്തിന്റെ ചുറ്റും 2 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്. മൈതാനവും പാതയും ചേർന്ന സമചതുരത്തിന്റെ പരപ്പളവ് 1225 ചതുരശ്ര മീറ്റർ ആണ്. മൈതാനത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഇത് അതുപോലെ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞുതരാം. ഇവിടെ ഇതാണ് ഒരു സമചതുരാകൃതിയിലുള്ള ഒരു മൈതാനം. ഇപ്പൊ സമചതുരാകൃതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മൈതാനം. മൈതാനത്തിന് ചുറ്റും എന്താണ്? ഇതാണ് നമ്മുടെ മൈതാനം. ഈ ചെറുതാണ് നമ്മുടെ മൈതാനം. മൈതാനത്തിന് ചുറ്റുമുണ്ട് 2 മീറ്റർ ആകൃതിയിലുള്ള ഒരു നടപ്പാതയാണ് ഇത്. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൈതാനവും പാതയും ചേർന്ന സമചതുരത്തിന്റെ പരപ്പളവ്. ഇതും ഒരു സമചതുരമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പരപ്പളവ്, ഈ വലിയ ഈ ഒരു മൈതാനത്തിന്റെ ഇതിന്റെ പരപ്പളവ്. അപ്പൊ പരപ്പളവ് എന്ന് പറയുമ്പോൾ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരപ്പളവ് ഇസ് ഈക്വൽ ടു വശം ഗുണം വശമാണ്. അപ്പൊ വശം ഗുണം വശം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് പരപ്പളവ് എത്രയാണ്? വശം ഗുണം വശം ഇസ് ഈക്വൽ ടു 1225 ആണ്. വശം ഗുണം വശം എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ ആണ്. വശം ഗുണം വശം എ സ്ക്വയർ. ഇപ്പം വശം എ ആയിട്ട് എടുത്താൽ വശം ഗുണം വശം എ ഇൻറ്റു എ സ്ക്വയർ. എ എത്രയാണ്? √1225 എന്ന് വരും. ഇതിന്റെ റൂട്ട് എത്രയാ? 35 എന്ന് വരും. നമുക്ക് മനസ്സിലായി. ഈ ഒരു ഇതിന്റെ ഈ ഒരു വശത്തിന്റെ ഇത് എത്രയാണ്? ലെങ്ത് എത്രയാണ്? ആ ഒരു നീളം എത്രയാ? 35. പിന്നെ ഈ ചെറുതിന്റെയാണ് നമുക്ക് കാണേണ്ടത്. എന്താണ് പറഞ്ഞത്? ചെറിയ മൈതാനത്തിന്റെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മൈതാനത്തിന്റെ പരപ്പളവാണ്. ഈ വഴിയും കൂടെ ചേർത്ത് 35 മീറ്റർ ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ 2 മീറ്റർ കുറയ്ക്കുന്നു, ഈ 2 മീറ്ററും കുറയ്ക്കുന്നു. അപ്പൊ ഈ ഒരു വശം എത്രയായിരിക്കും? 2 മീറ്ററും കൂടെ കുറച്ചാൽ വശം ഗുണം വശം A2 ഇസ് ഈക്വൽ ടു എത്രയാണ്? 35ൽ നിന്ന് എത്ര കൊടുക്കണം? 4 കുറയ്ക്കണം. ആൻസർ എത്രയാ? 31 എന്ന് കിട്ടും. ഇനി നമുക്ക് പരപ്പളവ്, മൈതാനത്തിന്റെ പരപ്പളവ്. അപ്പൊ മൈതാനത്തിന്റെ പരപ്പളവ് ഈക്വൽ ടു എത്രയാണ്? മൈതാനത്തിന്റെ പരപ്പളവ് അതാണ് നമ്മുടെ മൈതാനത്തിന്റെ വശം എത്രയാ? 31. അപ്പൊ 31 ഇൻറ്റു 31, അതായത് 31ന്റെ സ്ക്വയർ. 31ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 961 ആണ്. 961 ചതുരശ്ര മീറ്റർ സ്ക്വയർ. ചതുരശ്ര മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. 961 മീറ്റർ സ്ക്വയർ ആണ്. ചതുരശ്ര മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു തുടക്കത്തിലുള്ള ഒരു ഇത്.
ഇനി കുറച്ച് അല്ലാതെ ഇക്വേഷൻ ആയിട്ടൊക്കെ രൂപപ്പെടുത്തിയിട്ട് ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ശരി, ബൈ, സി യു.